നമസ്കാരം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ പ്രതിയായ മാസപ്പടി കേസ്. ഈ മാസപ്പടി കേസിന്റെ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് ഈ വീണയുടെ ഭർത്താവായ PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിലാണ് റെയ്ഡ് നടത്തിയത്. വീടുകളിലും ഓഫീസുകളിലും 6 പേരുടെ വീടുകളിലാണ് ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയത്. റിയാസിന്റെ പേര് അവിടെ പരാമർശിച്ചിട്ടില്ല, പിണറായി വിജയന്റെ പേര് പരാമർശിച്ചിട്ടില്ല, വീണയുടെ പേര് പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഈ 6 പേരുടെ വീടുകളിൽ റെയ്ഡ് നടത്തിയപ്പോൾ അത് റിയാസിനെതിരെ ED അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആയുധമാക്കുകയാണ് എന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടാണ് CPMന്റെ നേതാക്കൾ ഗോവിന്ദനും വിജയനും റിയാസും അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇതിൽ റെയ്ഡ് നടത്തിയ 1-2 പേർ പാർട്ടിയുടെ ചുമതല വഹിക്കുന്നവരാണ് എന്നുകൂടി ഓർക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കള്ളന്മാരൊക്കെ ഇവരെക്കാൾ എത്രയോ ഭേദമെന്ന്. അതുകൊണ്ട് എങ്ങനെ വെളുപ്പിക്കാൻ ശ്രമിച്ചാലും വെളുക്കുന്ന പ്രശ്നമേയില്ല. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനായി അല്ലെങ്കിൽ കമ്മികളെ ബോധ്യപ്പെടുത്താനായി ഇന്നലെ കോഴിക്കോട് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി. ആ യോഗത്തിൽ നമ്മുടെ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ പ്രസംഗിക്കുകയും വിശദീകരിക്കുകയും ഒക്കെ ചെയ്തു. ഇതുപോലെ ഉളുപ്പില്ലാത്തവന്മാരെ എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ കഴിയുന്നത്? ഇവരൊക്കെ ഇനിയെങ്കിലും ഒന്ന് വിരമിച്ച് ഈ പണിയൊക്കെ ഒന്ന് മതിയാക്കി നാടിനെ കുട്ടിച്ചോറാക്കി ഇനി ഞങ്ങൾക്കിനി വയ്യ, ഞങ്ങൾ വീട്ടിലിരിക്കാം എന്ന് കരുതി ഇവരൊക്കെ വീട്ടിൽ പോയി ഇരുന്നുകൂടെ എന്നാണ് ഇന്നലെ പലരും ചോദിക്കുന്നത്. എന്തായാലും ജനങ്ങളെയും അന്തംകമ്മികളെയും ഒന്നും ഇനി ഗോവിന്ദൻ പറഞ്ഞതുകൊണ്ട് അവരുടെ മനസ്സ് മാറ്റാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതേക്കുറിച്ച് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തി വാരികയുടെ ചീഫ് എഡിറ്ററുമായ സഖാവ് G ശക്തിധരൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് തന്നെ എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പിൽ അദ്ദേഹം കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ജനം ഈടിക്കൊപ്പമോ എന്നുള്ളതായിരുന്നു ആ ഒരു കുറിപ്പിന്റെ ക്യാപ്ഷൻ. പിന്നീട് അദ്ദേഹം തുടരുന്നത് ഇങ്ങനെയാണ്: മാസപ്പടി കേസിൽ മലയാള മനോരമ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ CPMനെയോ പാർട്ടി നേതാക്കളെയോ വളഞ്ഞിട്ടാക്രമിക്കുന്ന പതിവ് ശൈലിയെ ഇല്ലായിരുന്നു എന്നതാണ് സത്യം. EDയുടെ പത്രക്കുറിപ്പ് അടിസ്ഥാനമാക്കിയാണ് എല്ലാ പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ പിന്നിൽ ഫാസിസമാണെന്ന് വരുത്തി തീർക്കണമെങ്കിൽ പാർട്ടി നേതാക്കളെ കരുതിക്കൂട്ടി അന്വേഷണ ഏജൻസി പീഡിപ്പിക്കുന്ന പ്രതീതി സൃഷ്ടിക്കണം. അണികളെ അതിൻ്റെ പേരിൽ കുത്തിയിളക്കണം. പാർട്ടിയുടെ സർവ്വസൈന്യാധിപനായ പിണറായി വിജയനെ തന്നെ രംഗത്തിറക്കി വാർത്ത പൊലിപ്പിച്ചാൽ കേരളം തീപ്പന്തമാകുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പാർശ്വവർത്തികൾ സ്വപ്നം കണ്ടത്. പക്ഷേ പാർട്ടി കരിങ്കല്ലിന് കാറ്റ് പിടിച്ച അവസ്ഥയിലായിരുന്നു. ഒരു ഉണക്കപ്പുല്ല് പോലും കത്തിയില്ല. കോഴിക്കോട് ഏറെ കൊട്ടിഘോഷിച്ച ഇന്നലത്തെ പ്രതിഷേധം ചീറ്റി. ഇതൊന്നും കേട്ടിളകുന്നവരല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർ. ആരാണ് കള്ളൻ വിജയൻ എന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം. എന്തിനാണ് MV ഗോവിന്ദന്റെ പുറപ്പാടെന്ന് സഖാക്കൾക്കറിയാം. ഈ വൈകൃതത്തെ എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റാനാണ് അണികൾ ആഗ്രഹിക്കുന്നത്. അത് കയ്യാങ്കളിയിൽ എത്തുമോ എന്നാണ് ഭയപ്പെടുന്നത്. ജനങ്ങൾക്ക് ക്ഷമ കെട്ടുകൊണ്ടിരിക്കുകയാണ്. ഊതിയാൽ പറക്കുന്ന അപ്പൂപ്പൻ താടിയാണത്. മനോരമയെ പഴിചാരി EDയെ ഓടിക്കാമെന്ന് കണക്ക് കൂട്ടുന്നത് വൃഥാവിലാണ്. CPM അണികളെ കുത്തിയിളക്കാൻ മനോരമ വൈരം കരുവാക്കാം എന്ന് കരുതുന്നത് മൗഢ്യമാണ്. ആ പരിപ്പ് ഇവിടെ വേവില്ല. കയ്യിലുള്ള അധികാരം കൊണ്ട് സ്വന്തം ആസ്തി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച ഭരണകർത്താവായിരുന്നു മുഖ്യൻ വിജയൻ. 10 വർഷം കൊണ്ട് പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും കുടുംബത്തിന്റെ ആസ്തി എത്ര വർദ്ധിച്ചു? ED രേഖകൾ നിരത്തി പുറത്തു കൊണ്ടുവന്ന സമ്പാദ്യം കണ്ടിട്ടും തല കറങ്ങുന്നില്ലേ സഖാക്കളെ? പിണറായിക്ക് പണം കായ്ക്കുന്ന മരമുണ്ടോ? മോദിയെ സേവ പിടിച്ചാൽ മോൾക്കും മരുമകനും കാരാഗൃഹത്തിൽ കയറുന്നത് ഇനിയും നീട്ടിക്കൊണ്ടുപോകാം. പക്ഷേ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. കേരളത്തിൽ BJP തകർന്ന് തരിപ്പണമാകാൻ അധികം സമയം വേണ്ട. പിണറായി, മോദി, അച്യുതണ്ട് BJPയുടെ ചാപിള്ളയെ പെറ്റിടുന്നത് കാണാനിരിക്കുകയാണ്. CPM കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാതായിരിക്കുകയാണ്. പിണറായിയുടെ കുടുംബത്തിന് വേണ്ടിയുള്ള പ്രസംഗവും പ്രസ്താവനയും പ്രകടനവുമാണ് ആകെ കൂടി നടക്കുന്നത്. പാർട്ടി ശരശയിലാണ്. ഇന്ത്യയാകെ BJP വിരുദ്ധ വികാരം അലയടിക്കുമ്പോൾ CPM എവിടെയാണ്? BJPയുടെ അമിട്ടുകളുടെ പൊള്ളത്തരം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. വൻ നഗരങ്ങൾ പടുത്തുയർത്തിയ പറുദീസകൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്ന് നൂറുകണക്കിന് ആളുകൾ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു നിയമവും പാലിക്കാതെ പുത്തൻകുറ്റ് പണക്കാർ കെട്ടിപ്പൊക്കിയതാണ് ഈ ആകാശക്കോട്ടകൾ. അയോധ്യയിൽ ദൈവത്തെപ്പോലും വിറ്റ് കാവിപ്പട സഹസ്രകോടികൾ കുന്നുകൂട്ടുന്നു. വിലപ്പെട്ട പരീക്ഷകൾ പണസമ്പാദനത്തിനുള്ള കുറുക്കുവഴിയാക്കി ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംസ്കാരത്തെ വിഷലിപ്തമാക്കിയിരിക്കുന്നു. ഇതാണോ രാജ്യം മോദിയിൽ നിന്ന് പ്രതീക്ഷിച്ചത്? എങ്ങനെയും നെഹ്റു ഉയർത്തിപ്പിടിച്ച വികസന സംസ്കാരത്തെയും ബദലിനെയും തകർക്കുക എന്ന സംഘപരിവാർ അജണ്ട സമൂഹത്തിൽ കടത്തിവിടുക എന്നതാണ് ലക്ഷ്യം. അതിന് ഏതു മാർഗത്തിലൂടെയും രാഹുൽ ഗാന്ധിയുടെ തേജസ് കുറച്ചു കാണിക്കുക എന്ന ഒറ്റ അജണ്ടയിലാണ് BJP. രാഹുൽജിയെ BJP അത്രയ്ക്ക് ഭയക്കുന്നു. പക്ഷേ ജനങ്ങൾ രാഹുൽജിയുടെ യശസ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമസ്യയിൽ ഇന്ത്യയിലെ ഇടതുപക്ഷം എവിടെയാണ്? കളങ്കിതനായ പാർട്ടിയുടെ അടിത്തട്ടിൽ നിന്ന് ഏറെ ത്യാഗങ്ങൾ സഹിച്ച് മുകളിലേക്ക് ഉയർന്നു വന്ന ഒരു നേതാവ് മുതലാളിത്ത പാർട്ടികളിൽ കാണുന്നത് പോലെ പാർട്ടിയുടെ സ്ഥാപിത നേതാക്കളെ പോലും അട്ടിമറിച്ച് ഒരു കപട നേതൃനിരതയെ വാർത്തെടുത്ത് ചരിത്രഗാഥകൾ ജ്വലിക്കുന്ന പാർട്ടിയെ കൈയടക്കി വെച്ചിരിക്കുകയാണ്. തലയെടുപ്പുള്ള നേതാക്കൾ നിഷ്ക്രിയരായി. ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ മടിത്തട്ടിലാണ് പാർട്ടി. ഇനിയും എത്ര മണിസൗധങ്ങൾ ഉയർത്താനുള്ള അക്ഷയനിധി പാർട്ടിക്കുണ്ട്? പിണറായി വിജയൻ ഇപ്പോൾ താമസിക്കുന്ന കൂറ്റൻ മണിസൗധവും EMS കുടുംബവും പരിസരത്തുള്ള മേലെ തമ്പാനൂരിൽ താമസിച്ചിരുന്ന വാടക വീടും ഒന്ന് താരതമ്യം ചെയ്തു നോക്കണം.
40 കാറുകളുടെ അകമ്പടിയോടെ ആർമാദിച്ചിരുന്ന ഈ മുൻ മുഖ്യമന്ത്രിയെയും എറണാകുളത്ത് കലൂരിൽ റാവുവിൻ്റെ പലചരക്ക് കടയുടെ മുമ്പിൽ അനിയനുമായി അങ്കമാലിയിലേക്ക് പായുന്ന പ്രൈവറ്റ് ബസ് കാത്തു നിൽക്കുമായിരുന്ന 82 വയസ്സുള്ള വയോവൃദ്ധനായ EMSന്റെ ഭാര്യ ആര്യ അന്തർജനത്തിൻ്റെയും അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ സഖാക്കളെ. എന്തിനാ സഖാക്കളെ എൻ്റെ പാർട്ടി ഇത്രയ്ക്ക് ലുബ്ധിച്ചത്? മുൻ മുഖ്യമന്ത്രി പറഞ്ഞത് ക്ലിഫ് ഹൗസിൽ അദ്ദേഹത്തിൻ്റെ മകൻ വിവേകിന് എത്ര മുറികളുണ്ടെന്ന് അറിയില്ലെന്നാണ്. വിവേകിന് എന്തൊരു എളിമ. പക്ഷേ ലോകത്തെ ഏത് നഗരത്തിലെ പടുകൂറ്റൻ ഹോട്ടലിലാണ് വിവേകിൻ്റെയും വീണയുടെയും മുഹമ്മദ് റിയാസിൻ്റെയും പാദസ്പർശം ഏൽക്കാത്തത്? മുൻ മുഖ്യമന്ത്രിയുടെ ഇഷാൻ മുഹമ്മദ് എന്ന പേരക്കുട്ടിക്ക് നെതർലാൻഡ് ഉല്ലാസയാത്രയിൽ മുത്തച്ഛൻ കൂലിപ്പട്ടാളത്തെ വിളിച്ചതിന് അകമ്പടി സേവിക്കാൻ കേരള ഖജനാവിൽ നിന്ന് നൽകിയത് 10 ലക്ഷം രൂപയല്ലേ? എന്തൊരു കരുതൽ! ഈ പാർട്ടി ഉണ്ടാക്കിയ EMSന്റെ ഭാര്യ ആര്യാന്തർജനം അന്നും സ്ഥിരതാമസമാക്കിയിരുന്ന അങ്കമാലിയിലെ വാടക വീട്ടിലെത്താൻ പ്രൈവറ്റ് ബസ്സിൽ ഇരിക്കാൻ സീറ്റ് കിട്ടാതെ ആടി ഉലയുന്നതോർക്കുമ്പോൾ അങ്ങയുടെ കഴുത്തിലെ ഞരമ്പുകൾക്ക് എൻ്റെ കൈകൊണ്ടൊന്നും സംഭവിക്കരുതേ എന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചോ എന്നാണ് ജി ശക്തിധരൻ പറയുന്നത്. അദ്ദേഹത്തിന് ഒരു BJP വിരോധം, മോദി വിരോധമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ എല്ലാ പോസ്റ്റുകളിലും പ്രകടമാണ്. പക്ഷേ അത് ഒഴിച്ചു നിർത്തിയാൽ അദ്ദേഹം പറയുന്ന ഈ CPM കുറിച്ച് പറയുന്ന CPM നേതാക്കളെയും പിണറായി വിജയനെയും ഗോവിന്ദനെയും കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. പിണറായി വിജയൻ കാണിച്ചിട്ടുള്ള ധൂർത്തുകൾ ഇതെല്ലാം അണികൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ വെളുപ്പിക്കാൻ നോക്കിയാലും ഇതൊന്നും വെളുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അണികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സഖാവ് ജി ശക്തിധരൻ വർഷങ്ങളോളം പാർട്ടിയുടെ ഭാഗമായിരുന്ന ഒരാളാണ്. പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ പ്രവർത്തിക്കുകയും പാർട്ടി നേതാക്കളോട്, ഉന്നതരായ പാർട്ടി നേതാക്കളോട് വളരെ അടുത്ത സൗഹൃദ ബന്ധങ്ങൾ പുലർത്തുകയും ചെയ്തിരുന്ന ഒരാളാണ്. നേതാക്കളുടെയും പാർട്ടിയുടെയും പല രഹസ്യങ്ങളും ഉള്ളിൽ ഒളിപ്പിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ജി ശക്തിധരൻ്റെ ഓരോ വാക്കും സത്യമാണ്. ഇനിയെങ്കിലും അണികൾ മനസ്സിലാക്കുക, വിജയനും ഗോവിന്ദനുമൊക്കെ തലമുറകൾ ഇരുന്നുണ്ണാൻ തക്ക വിധം കോടികൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. അവർക്കൊന്നും ഇനി ഒന്നും നോക്കേണ്ടതില്ല. അനുഭവിക്കേണ്ടത് ഈ പറയുന്ന അന്തംകമ്മികൾ മാത്രമാണ്. അല്പമെങ്കിലും ഒളിപ്പുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്ന് മറ്റേതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ നിശബ്ദരായിരിക്കുകയോ ചെയ്യണം. എന്തൊക്കെയായിരുന്നാലും ഒരുപക്ഷെ പിണറായി വിജയനും മകൾക്കും ഇനി ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അധികാരം കയ്യിൽ ഉണ്ടായിരുന്നപ്പോൾ BJPയുടെ പാദസേവ ചെയ്തോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അയാളെയും മകളെയും കാരാഗൃഹത്തിലായി അടയ്ക്കാതെ ഒരുപാട് കാലം നീട്ടിക്കൊണ്ടുപോയി. പക്ഷേ ഇന്ന് അയാൾക്ക് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കീറക്കടലാസിൻ്റെ വില മാത്രമുണ്ടായിരിക്കുന്ന ഒരു മനുഷ്യനായി പിണറായി വിജയൻ മാറിയിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, പിണറായി വിജയനും മകളും സംരക്ഷിതരായി നിൽക്കുമ്പോൾ അത് BJPക്ക് സംശയമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. BJPയെ സംശയമുനയിൽ നിർത്തുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിൽ വീണയ്ക്കും മുഹമ്മദ് റിയാസിനും വിജയനുമൊക്കെ ഇത്തരത്തിലുള്ള പല നടപടികളും നേരിടേണ്ടി വന്നേക്കാം.